ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു ഗെയിം കളിക്കാത്തത്. പേരാണ് ടെമ്പിൾ റൺ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഇത് കുറേ നാളെ വിചാരിച്ചത്. ഇന്ന് നമ്മൾ തീരെയാണ് പറയാൻ പോകുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നമ്മൾ ഗെയിം ഇങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു. ആദ്യം പണ്ട് ഇങ്ങനെ ഗൺസ്, അതേപോലെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ, GTA അങ്ങനത്തെ പക്ഷേ ഇതിൽ നമ്പർ 1 ആണ് ടെമ്പിൾ റൺ. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം കളിക്കാൻ. ഇതൊരു ആക്ച്വലി തിയറി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു മനുഷ്യൻ മറ്റേ ടെമ്പിൾ ഐഡിലെടുത്ത് എസ്കേപ്പ് ആവാൻ നോക്കുന്നു. പക്ഷേ ഇതിലൊരു സാറ്റോ സ്റ്റോണി ഉണ്ട്. എന്ന് വെച്ചാൽ എമംഗ് സ്റ്റുഡിയോസ് ആക്ച്വലി ഇങ്ങനത്തെ പണ്ടത്തെ ഗെയിംസ് ഉണ്ടാക്കിയത്, ലൈക്ക് വേൾഡ് പസിൽ, അതേപോലെ ദ റിട്ടൺ സ്ലെഡ്. ഇത് നമ്മുടെ ഒരു റൈഡിൽ സ്ലെഡില്ലേ, അത് ആക്ച്വലി ഒരു കാർട്ടൂൺ ഉണ്ടായി. അങ്ങനത്തെ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. റെഡ് ലിറ്റിൽ സ്ലെറ്റർ അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. അതൊരു പണ്ടത്തെ ഒരു കാർട്ടൂണാണ്. ക്രിസ്മസിന് കുട്ടികൾ അതൊക്കെയാണ് കാണാറ്. എപ്പോഴും ഈ ക്രിസ്മസിൻ്റെ എപ്പിസോഡ്സൊക്കെ വരാറ്. നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്താണെങ്കിൽ ഈ എപ്പിസോഡ്സ് വരുന്നത്. അതേപോലെയാണ് ഈ ഗെയിം. പക്ഷേ ഇതിൽ ആക്ച്വലി ഒരു ഡാർക്ക് തിയറി ഉണ്ട്. അത് നമുക്ക് തുടങ്ങാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് കുറേ അപ്പോൾ ഈ തിയറി ഇത് ആക്ച്വലി എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ഓഗസ്റ്റ് 2011 ഇത് ഇറങ്ങിയത് ആക്ച്വലി. പക്ഷേ ഇതിൽ കുറേ റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് ബാഡായത്. കാരണം ഒന്നാമത്തെ വെച്ചാൽ ഇത് മറ്റേ അഡ്വെഞ്ചേഴ്സാണ്. പക്ഷേ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക പേടിപ്പിക്കുന്നുണ്ടാവും. പേടിപ്പിക്കലില്ലേ, ഗോസ്റ്റ് അങ്ങനത്തെ ഒരു പേടിപ്പിക്കൽ ഫീലിംഗ് ഉണ്ടാവും കുട്ടികൾക്ക്. അതുകൊണ്ടാണ് മറ്റേ ടെമ്പിൾ റണ്ണിൻ്റെ ലെസ് ചേസ് പറയുന്നത്. പക്ഷേ ഇതും ഇനിയും തീർന്നിട്ടില്ല. നിങ്ങളൊരു വിചാരിക്കുക, നിങ്ങളാണ് ഇനി മറ്റേ ആർട്ടിസ്റ്റ്. അപ്പോൾ കുറേ മറ്റേ പെയിൻറ്റിൻ്റെ ലാസ്റ്റ് ഒരു എന്താ പറയുക ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ്ങിൻ്റെ മറ്റേ ക്യാൻവാസ് എന്താണ് വെച്ചാൽ ഗെയിം ക്യാൻവാസ്, മറ്റേ ഗെയിം മെനു ക്യാൻവാസ് ആണ് ആക്ച്വലി. അതായത് നമ്മുടെ ഗെയിമിൻ്റെ മെനുവില്ലേ അങ്ങനത്തെ ക്യാൻവാസ് ആണ്. അപ്പം നിങ്ങൾ ടെമ്പിൾ റണ്ണ് വരയ്ക്കാമെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, കഴിയില്ല. കാരണം ഈ ഒരു മൈനും അതേപോലെ ഈ ഐഡലും പിന്നെ ഈ മനുഷ്യനും ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനത്തെ ഒന്നും പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ മറ്റേ ടെമ്പിൾ റൺ ലെജൻസ് പോലെ. പക്ഷേ ഈ ലെജൻസ് ആക്ച്വലി ആൻഡ്രോയിഡിൽ കിട്ടാത്തൊരു വേർഷൻസാണ്. പിന്നെ അതേപോലെ ആൻഡ്രോയിഡിൽ കിട്ടാത്ത വേർഷൻസും ഉണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഡെഡ്ലിസ്റ്റിക്കാണ്. കാരണം ഈ സ്കൾസ് ആണെന്നില്ലേ, ഇതിന് തല പ്രേതത്തിന് പോലെ കുട്ടികളെ പേടിപ്പിക്കാനായിരിക്കും. അപ്പോൾ വിചാരിക്കും ഒരു കുട്ടികൾ കളിക്കുമ്പോൾ സ്കള്ളുണ്ട്, ഈ സ്കള്ള്. അപ്പോൾ അവിടെ പേടിച്ചിട്ട് ആ ഗെയിം പോസാക്കിയിട്ട് അമ്മേനെ വിളിക്കും. എനിക്ക് ഇതൊന്ന് റിമൈൻഡ് ചെയ്യും. കാരണം ഇതിൽ ക്ലൂ ഉണ്ട്. കാരണം ഇതിലൊരു ക്ലൂ തരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളൊരു ചെറിയ കുട്ടികൾക്ക് കാണിക്കുമ്പോൾ, അതായത് കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൂ ഇട്ടുണ്ടാവും. ഇത് ഇവിടെ നിന്നാണ് വന്നതൊന്നും പേടി കിട്ടൂല. പക്ഷേ ഇതൊരു ഗെയിമാണ്, അതായത് റിമൈൻഡിങ് ഗെയിംസാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് നേരെ ഫോക്കസ് ചെയ്യുന്ന ഗെയിമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ഓരോ റൂൾസ് പൊട്ടിക്കാൻ നോക്കുമ്പോൾ
ഓക്കെ, നമുക്ക് തുടങ്ങാം വീണ്ടും. ഓക്കെ, ഇന്ന് നമ്മുടെ വീഡിയോ ആണ് പോകുന്നത്. കഥ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫയൽ ഇനി നമുക്ക് വിങ്ങട്ടി പറഞ്ഞില്ല. ഓ മൈ ഗോഡ്, ആ വിങ്ങെന്താണ് പൊളിച്ച് എൻ്റെ വിങ്ങൊക്കെ പോയത്. ഇപ്പോഴുണ്ട് ഈ വിങ്ങ്. ഓടിക്കോടാ, ശ്വാസം നിന്നും പേരും പച്ചലോടാ മിന്നും മിന്നും. ഇവിടെ ഇതെന്താ സ്ലോ ആയാ? എനിക്ക് എൻലെസ് റണ്ണാണോ? അവിടെ സ്കൾസിൻ്റെ കളിയാണ് കളിക്കാൻ പോകുന്നത്. സ്പീഡ് ഓടിക്കോളാം. എന്താണ് പോളാ പോയി. നോക്കട്ടെ, നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. പക്ഷേ വിങ്ങോയി സ്പീഡ് കിട്ടില്ല. ഇനി എനിക്കൊന്നും എനർജി ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് കോയിൻസിൻ്റെ ലക്ഷ്യമുണ്ട്. അങ്ങനെ പോയിട്ട് ഇവിടെ കോയിൻസ് പിടിക്കുക. ഇങ്ങനെ വട്ടം കറങ്ങാം. നീലാകാശത്തിൽ ഇനും പച്ചമുള്ളോടാ വടസിൻ്റെ പെണ്ണും പെട്ട പാടും പെട്ടാടാ അത് പറഞ്ഞു ഞാൻ ഇതൊന്ന് പാട്ട് പാടി കളിക്കില്ലേ? അതാണ് സോറി. ഫോക്കസ് തോന്നുന്നു. അതേ പറഞ്ഞു. ഫോക്കസ് 1 2 3. ഫോക്കസ് ആയി 1 2 3 ആയി. കാശ് കിട്ടി. കാശി അമ്മ പിന്നെയല്ല മണി വി ഗോട്ട് മണി. അതപ്പോൾ കാശിട്ടേളാ കിട്ടിയടാ. കാശ് കിട്ടി. ഇനി വലിയ ചാട്ടം കണ്ണനാണ്. ശേ ക്രിയഹർ ഇനി അയക്കുന്നല്ലേ? ഇനി എന്തായിരിക്കും? എൻ്റെ മോനെ വിങ്ങിൻ്റെ പിടിച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഫ്രം ഹംദ ഗെയിമർ.